ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നാളെ ചുമതലയേൽക്കും. മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണത്തിന് ചൂടേറി. രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. വയനാട് ലോക്സഭ, ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യപ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. വോട്ടെടുപ്പ് ബുധനാഴ്ച. സീപ്ലെയിൻ ടൂറിസത്തിനൊരുങ്ങി കേരളം. പ്രഥമ സർവീസിന് നാളെ ഫ്ളാഗ് ഓഫ്. T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. ഗവേഷണ നൂതനാശയ മേഖലയിലെ നിക്ഷേപം ഭാവിയിലേക്കും പ്രയോജനം ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. നവീകരണവും ഗവേഷണവും സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ എഞ്ചിനുകളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിൽ മഹാരാജ അഗ്രസൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാണിജ്യം, വ്യവസായം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ സമ്പത്തിന്റെ സ്രഷ്ടാക്കളും തൊഴിൽദാതാക്കളുമാണ്. അതിനാൽ അവർ സമൂഹത്തിൽ ആദരവ് അർഹിക്കുന്നുവെന്നും ഉപരാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. मैं सदा इस बात की वकालत करता रहा कि जो लोग हमारे ट्रेड में है, बिजनेस में है, कॉमर्स में, इंडस्ट्री, they must not feel heat of the system. They must have respect in society. They are wealth creators, they are job creators, they are economy drivers. They contribute to social harmony. They have learned the art in this country to give back to the society. By and large they do it. Even our freedom movement is dotted by their contributions. 2021 മുതൽ പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തതിലൂടെ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് 2364 കോടി രൂപ ഉൾപ്പെടെ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ക്യാമ്പയിൻ 4.0യെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂട്ടായ പരിശ്രമങ്ങൾ സുസ്ഥിരമായ ഫലങ്ങളിലേക്ക് എങ്ങനെ നയിക്കുമെന്ന് ക്യാമ്പയിൻ കാണിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിന് മറുപടിയായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കാര്യക്ഷമമായ നിർവ്വഹണത്തിലും സജീവമായ പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ ഈ ശ്രമത്തിന് മികച്ച ഫലം ലഭിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നാളെ ചുമതലയേൽക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇന്ന് പദവിയിൽ നിന്ന് വിരമിക്കും. 2022 നവംബറിലാണ് ശ്രീ ചന്ദ്രചൂഡ് ചുമതലയേറ്റത്. ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ബുധനാഴ്ച നടക്കാനിരിക്കെ പ്രചാരണത്തിന് ചൂടേറി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഗുംലയിലും ബൊക്കാറോയിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. വൈകുന്നേരം റാഞ്ചിയിൽ നടന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. അതേസമയം മുതിർന്ന JMM നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ റാഞ്ചിയിൽ തെരഞ്ഞെടുപ്പ് റാലി നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം നാളെ അവസാനിക്കും. 43 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. രണ്ടാം ഘട്ടത്തിൽ 38 സീറ്റുകളിലേക്ക് ഈ മാസം 20-ന് വോട്ടെടുപ്പ് നടക്കും. മഹാരാഷ്ട്രയിൽ ഭാരതീയ ജനതാ പാർട്ടിയും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കി. BJP പ്രകടന പത്രിക കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ ഇന്ന് മുംബൈയിലാണ് പുറത്തിറക്കിയത്. പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ പ്രകടന പത്രിക കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പുറത്തിറക്കി. NCP, ശിവസേന എന്നീ പാർട്ടികളും പ്രചാരണം ഊർജിതമാക്കി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പരസ്യപ്രചാരണം നാളെ സമാപിക്കും. മറ്റന്നാൾ നിശബ്ദ പ്രചാരണമാണ്. ബുധനാഴ്ചയാണ് ഇവിടെ വോട്ടെടുപ്പ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ മാസം 20-നാണ് വോട്ടെടുപ്പ്. 3ഇടങ്ങളിലെയും വോട്ടെണ്ണൽ നവംബർ 23-ന് നടക്കും. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് 2 നാൾ ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. സ്ഥാനാർത്ഥി പര്യടനത്തിന് പുറമെ വാഹന പ്രചാരണവും വിവിധ മേഖലകളിൽ നടക്കുന്ന വോട്ട് അഭ്യർത്ഥനയുമായി പ്രവർത്തകരും വീടുകളിലെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു. കുട്ടിക്കലാശമായ നാളെ UDF-നായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വൈകിട്ട് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് ഇരുവരും റോഡ് ഷോ നടക്കും. ഇന്ന് വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധി വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. LDF സ്ഥാനാർത്ഥി സത്യം മുഖേരി ഇന്ന് മാനന്തവാടിയിലെ കാട്ടിക്കുളം, പനമരം, അഞ്ചുകുന്ന്, തരുവണ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി നവ്യഹരാജ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ പര്യടനം നടത്തി. ബത്തേരി മണ്ഡലത്തിലാണ് നാളെ NDA സ്ഥാനാർത്ഥി കൊട്ടിക്കലാശത്തിൽ സംബന്ധിക്കുക.
കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രദർശന പരിപാടിക്ക് നാളെ എറണാകുളത്ത് തുടക്കമാകും. അങ്കമാലിയിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. തപാൽ വകുപ്പിന്റെ ആധാർ സേവനങ്ങൾ, ദേശീയ ആയുഷ് മിഷന്റെ ആയുർവേദ, ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന സീപ്ലെയിൻ ഇന്ന് കൊച്ചിയിലെത്തി. വാട്ടർ സല്യൂട്ട് നൽകിയാണ് സീപ്ലെയിനിന് സ്വീകരണം നൽകിയത്. 9 പേരെ വഹിക്കാൻ കഴിയുന്ന ആംഫിബിയൻ വിമാനം നാളെ രാവിലെ ബോൾഗാട്ടി മറീനയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇടുക്കി മാട്ടുപ്പെട്ടി ജലാശയത്തിലാണ് വിമാനം ഇറക്കുന്നത്. കേരള സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുന്നേറ്റം തുടർന്ന് തിരുവനന്തപുരം ജില്ല 1924 പോയിന്റുമായാണ് തലസ്ഥാന ജില്ല ഒന്നാം സ്ഥാനത്തുള്ളത്. തൃശൂർ രണ്ടാം സ്ഥാനത്തും മലപ്പുറം മൂന്നാമതുമാണ്. അത്ലറ്റിക്സിൽ മലപ്പുറമാണ് ഒന്നാം സ്ഥാനത്ത്. കായികമേളയുടെ സമാപന സമ്മേളനം നാളെ വൈകിട്ട് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രഥമ ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി ജേതാക്കൾക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. പ്രഥമ സൂപ്പർ ലീഗ് കേരളയുടെ കിരീട പോരാട്ടത്തിൽ ഇന്ന് കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 8-നാണ് മത്സരം. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ വനമേഖലയിൽ ഭീകരനുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. 3 പേർക്ക് പരിക്കേറ്റ് ചികിത്സയിലാണ്. പാരാ സ്പെഷ്യൽ ഫോഴ്സിലുള്ള ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ നായിബ് സുബേദാർ രാകേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത്. പ്രദേശത്ത് 4ഓളം ഭീകരർ ഒളിച്ചിരിക്കുന്നതായി കരുതുന്നു. ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രശസ്ത ചലച്ചിത്രകാരൻ ഡൽഹി ഗണേശന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ഓരോ കഥാപാത്രത്തിലും മികച്ച അഭിനയം കാഴ്ചവെച്ച അനുഗ്രഹീത നടനായ ഡൽഹി ഗണേശൻ എക്കാലവും സ്നേഹപൂർവ്വം സ്മരിക്കപ്പെടുമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ചെന്നൈയിലെ രാമപുരം സെന്തമിഴ് നഗറിലെ വസതിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 400-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജൻജാതീയ സൌരവ് ദിവസ് പ്രമാണിച്ച് ബുധനാഴ്ച ഛത്തീസ്ഗഡിലെ ജജ്പൂരിൽ നടക്കുന്ന പദയാത്രയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുക്കും. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും മറ്റു മന്ത്രിമാരും ചടങ്ങിൽ സംബന്ധിക്കും. ബിർസ മുണ്ടയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി കപ്പലായ INS വേല ശ്രീലങ്കയിലെ കൊളംബോയിലെത്തി. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയ കപ്പലിന് ശ്രീലങ്കൻ നാവികസേന ആചാരപരമായ സ്വീകരണം നൽകി. സന്ദർശനത്തോടനുബന്ധിച്ച് ഇരു രാജ്യങ്ങളിലെയും നാവികസേനാംഗങ്ങളുടെ സംയുക്ത അഭ്യാസ പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ അയൽപക്കം ആദ്യം നയത്തിന്റെയും സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള സാഗർ പദ്ധതിയുടെയും മേലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് സന്ദർശനം. 2021 നവംബറിൽ ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത അന്തർവാഹിനിയാണ് INS വേല. റഷ്യ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡ്രോഫ് നാളെ ഇന്ത്യയിലെത്തും. മുംബൈയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഉഭയകക്ഷി വ്യാപാരം, വാണിജ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച നടപടികൾ ചർച്ചയാകും. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യമിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ടെക്നിക്കൽ ആന്റ് ഇക്കണോമിക് കോ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിന് നാളെ തുടക്കമാകും. മാലിദ്വീപ്, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലന്റ് തുടങ്ങിയ 8 രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ സ്ഥാപനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുക്കും. 73ാമത് അഖിലേന്ത്യാ പോലീസ് അത്ലറ്റിക്സ് ക്ലസ്റ്റർ ചാമ്പ്യൻഷിപ്പ് ന്യൂഡൽഹിയിൽ തുടങ്ങി. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നാളെ ചുമതലയേൽക്കും. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണത്തിന് ചൂടേറി. രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. വയനാട് ലോക്സഭ, ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യപ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. വോട്ടെടുപ്പ് ബുധനാഴ്ച. സീപ്ലെയിൻ ടൂറിസത്തിനൊരുങ്ങി കേരളം. പ്രഥമ സർവീസിന് നാളെ ഫ്ളാഗ് ഓഫ്. T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.